കേന്ദ്രം കേരളത്തിന് നൽകുന്ന ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുകയാണെന്ന് മന്ത്രി എം.ബി. രാജേഷ്. വായ്പാ പരിധി വെട്ടിക്കുറച്ചപ്പോൾ നഷ്ടമായത് 1 ലക്ഷം കോടി രൂപയാണ്. ഇതുണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ അത്ഭുതമായ കാര്യങ്ങൾ നടക്കുമായിരുന്നെന്നും മന്ത്രി പറഞ്ഞു. മാലൂർ പഞ്ചായത്ത് തൃക്കടാരിപ്പൊയിലിൽ നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് 1-ാം നിലയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രം കേരളത്തിന് നൽകേണ്ടുന്ന ഫണ്ടുകളൊന്നും കൃത്യമായി നൽകുന്നില്ല. വായ്പാ പരിധി വെട്ടിക്കുറച്ച് 5 വർഷം കൊണ്ട് കേരളത്തിന് ഉണ്ടായത് 1 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ്. ഇത് അനുവദിക്കുന്നതിലൂടെ കേന്ദ്രത്തിന് ചില്ലിക്കാശ് പോലും നഷ്ടമായിരുന്നില്ല. നമ്മൾ വായ്പയെടുത്ത് തിരിച്ചടക്കുമായിരുന്നു. വായ്പയുടെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ എത്രയോ മെച്ചമാണ്. സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത തുകയുടെ വലിപ്പം കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. അത് 70,000 കോടി രൂപയാണ്. 41,000 കോടി വികസന ഫണ്ടിനത്തിലാണ് കൊടുത്തിട്ടുള്ളത്. 18,000 കോടി കൊടുത്തത് മെയിൻ്റനൻസ് ഗ്രാൻഡാണ്, റോഡ് മെയിൻ്റനൻസ്, നോൺ റോഡ് മെയിൻ്റനൻസ്. ഇപ്പൊ 41ഉം 18ഉം 59. പിന്നെ 11,000 കോടി ജനറൽ പർപ്പസ് ഫണ്ടാണ്. അതുകൂടി ചേർത്താൽ 70,000 കോടി. പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഓൺ ഫണ്ട് കൂടി ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനം കണക്കാക്കിയാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ 70,000 കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചത്. ഓൾ ഫണ്ടുകൾ കൂടി ഉപയോഗിച്ച് 85,000 കോടി രൂപയുടെ വികസനമാണ് നടപ്പാക്കിയത്. വായ്പാ പരിധിയിലൂടെ ലഭിക്കാതിരുന്ന 1 ലക്ഷം കോടി രൂപ കൂടി ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നടന്നതിന്റെ 4 ഇരട്ടി വികസനം നടക്കുമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഒരു 85,000 കോടിയുടെ വികസന പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളുടെ മാത്രം നേതൃത്വത്തിൽ കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ നടന്നിട്ടുണ്ട്. ഗവൺമെന്റ് കിഫ്ബി ഒക്കെ വഴി ചെയ്തതിന് പുറമെയാണ് ഞാൻ പറയുന്നത് 85,000 കോടിയുടെ നടന്നത്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനുള്ള വിഹിതം എല്ലാ നിലയിലും വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നിലയിലും GST നഷ്ടപരിഹാരം നിർത്തലാക്കി, അതുപോലെ കേന്ദ്ര നികുതി വിഹിതം ഗണ്യമായിട്ട് വെട്ടിക്കുറച്ചു. വായ്പാ പരിധി അതും ഗണ്യമായി വെട്ടിക്കുറച്ചു. വായ്പാ പരിധി വെട്ടിക്കുറച്ചതിൽ മാത്രം കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിനുണ്ടായ നഷ്ടം 1 ലക്ഷം കോടി രൂപയുടേതാണ്. കെ ശൈലജ MLA ഓൺലൈനിലൂടെ അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് B. ഹൈമാവതി, വൈസ് പ്രസിഡന്റ് ചമ്പാടൻ ജനാർദ്ദനൻ, ജനപ്രതിനിധികളായ പ്രേമി പ്രേമൻ, C. രജനി, ശിഹാബ് പട്ടാരി, രേഷ്മ സജീവൻ, കോയിലോടൻ രമേശൻ, K. സഹദേവൻ, തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ TG അരുൺ, പഞ്ചായത്ത് സെക്രട്ടറി KR സുജിത്ത്, CDS ചെയർപേഴ്സൺ K. സുമതി, T. നാരായണൻ, A. പുഷ്പരാജൻ, അജയകുമാർ, M. ഹാഷിം, P. ദിനേശ്, സുരേന്ദ്രൻ മുള്ളോറ, O. സുരേഷ്, K. രാജേഷ് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.